വീഡിയോയുടെ അവസാനം എനിക്കൊരു സങ്കടം കേട്ടോ പറയാനുള്ളത്. മെയ്ഡ് കേക്ക്സ് ആകുമ്പോൾ അൺഹെൽത്തി ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിലാവുമല്ലോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കേക്ക് പർച്ചേസ് ചെയ്യുന്നത്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടാണല്ലോ അവരും കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇനി നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഈ സ്പഞ്ച് നിങ്ങൾ സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചോന്നറിയില്ല, അത്യാവശ്യം തിക്നെസ്സും ഹൈറ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 kg കേക്കിൽ നിന്നാണ് നമുക്ക് 6 ലെയർ തിക്കായിട്ടുള്ള ആ പീസുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ സ്പഞ്ചിൽ ഞാൻ ഒരു തുള്ളി ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ടും നമുക്ക് നല്ല സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ കണ്ടോ, ഇത് മാംഗോ കേക്കാണ് ചെയ്യുന്നത്. ഇതിലും ഒരു തുള്ളി എസൻസോ അല്ലെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഫ്ലേവേർഡായിട്ട് വരുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്, പൾപ്പ് കാര്യങ്ങളൊക്കെ. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഒറിജിനൽ മാംഗോ വാങ്ങി മാംഗോയും ഷുഗറും കൂടി കമ്പോത്ത് ഉണ്ടാക്കി, എന്നിട്ട് അതാണ് ഫില്ലിങ് കൊടുത്തത്. അതേ ഫില്ലിങ് എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ക്രീമിലും ചേർത്തു. അതിനെ പ്യൂരി ആക്കിയിട്ട് നമ്മുടെ സ്പഞ്ചിലും ചേർത്തു. അങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ മാംഗോ കേക്കൊക്കെ എപ്പോഴും ആ കിട്ടുന്ന മാങ്ങേനെ ബേസ് ചെയ്തിരിക്കും കേക്കിൻ്റെ ടേസ്റ്റ്. ആദ്യം പറഞ്ഞ സങ്കടം ഇതാണ്, നിർഭാഗ്യവശാൽ ഈ കേക്ക് എനിക്കൊട്ടും ഫ്ലേവറായിട്ട് തോന്നിയില്ല. എൻ്റെ മാങ്ങ എന്നെ ചതിച്ചു ഗൈസ്. എനിക്ക് മാങ്ങ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. മാങ്ങ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലേവർ ഇറങ്ങാത്തൊരു മാങ്ങയായിരുന്നു തോന്നുന്നു. എൻ്റെ കേക്കിന് മാംഗോ ടേസ്റ്റ് കിട്ടിയില്ല. എൻ്റെ കസ്റ്റമറും എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് എൻ്റെ കസ്റ്റമർ. അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു മാങ്ങേൻ്റെ പ്രശ്നമാണ്, തൻ്റെ പ്രശ്നമല്ല, സ്പഞ്ച് സോഫ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്താ ചെയ്യുക?